തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. UDFന് നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തോടുള്ള എതിർപ്പും കേരളത്തിലെ ഒരു നല്ല ഭരണം തിരിച്ചു വരണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ മീഡിയ എല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ വന്നു. കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് മേൽക്കൈ വന്നിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് നല്ലൊരു പ്രതീക്ഷയാണ്. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുവലകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കം, ഒരു സെമിഫൈനലാണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇനി ഫൈനലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. UDFൻ്റെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDFിലെ ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ലീഗൊക്കെ അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലും ഒരേപോലെ ജനങ്ങൾ UDFിനോടൊപ്പം നിന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.